ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ ഇത്രയും ഭാഗത്താണ് ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്നാണ് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും മെയിനായിട്ടുള്ള പോർഷൻ, അതായത് ഹിമാലയം. ഉത്തരപർവ്വത മേഖലയിൽ തന്നെ ഹിമാലയത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഈ മലനിരകളാണ് ട്രാൻസ് ഹിമാലയം. ഹിമാലയത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ കൂടി ഇത് ഹിമാലയത്തിൻ്റെ തൊട്ടു പുറകിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടം മലനിരകളെ ട്രാൻസ് ഹിമാലയം എന്നാണ് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട മലനിരകളാണ് കാരക്കോരം റേഞ്ചസ്, ലഡാക്ക് റേഞ്ചസ്, സസ്കർ റേഞ്ചസ് ആൻഡ് കൈലാസ് റേഞ്ചസ്. ഈ സസ്കർ റേഞ്ചസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കൈലാസ് റേഞ്ചസ്, പക്ഷേ ഇത് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ഇവ രണ്ടും കൂടാതെ ഉത്തരപർവ്വത മേഖലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കിഴക്കൻ മലനിരകൾ. പൂർവാചൽ എന്നും ഈ മലനിരകൾ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവ മൂന്നും ചേർന്നതാണ് ആക്ച്വലി ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്.